നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ട് നമ്മളുടെ കൂടിയ ടൈപ്പ് കാഞ്ചീപുരം സാരിയുടെ തന്നെ ഒരു സെമി സിൽക്കിലേക്ക് വരും. ഫുൾ ബോഡിയിലേക്കും സ്ട്രൈപ്സ് ആയിട്ട് ആൻറ്റിക് ഗോൾഡ് ജെറിയാണ് വരുന്നത്. ചെറിയ ചെറിയ ബുട്ട വർക്ക്. 2196 നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. നോക്കൂ, ആൻറ്റിക് ജെറിയുടെ പല്ലു, നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരിയുടെ അതേ തന്നെ സെമി കാറ്റഗറി. ഇതിലേക്ക് വരുമ്പോഴേക്കും ഒരു ഒരു ഡസ്റ്റി മെറൂൺ അല്ലേ. ഇതിൻ്റെ ജെറി വരുമ്പോൾ ഒരു ഗോൾഡും നല്ല ബ്രൈറ്റാണ്. മറ്റേത് ആൻറ്റിക്കായിരുന്നു. ഇത് പല്ലു. കണ്ടിന്യൂ ആയിട്ട് ബ്ലൗസ് പീസ്. നെക്സ്റ്റ് ഒരു വൈൻ ടോൺ പ്ലം, പർപ്പിൾ പ്ലം, ആ ഒരു കളറ് പ്ലം. ഇതിൻ്റെ ബ്ലൗസ് പീസ് സ്ട്രൈപ്സ് ആയിട്ട് വരും. അതാ ബുട്ടി. അതിൻ്റെ ഗ്രീൻ. നെക്സ്റ്റ് നമുക്ക് ബോഡി പാർട്ട് ഇതാ ഒരു ബ്ലൂയിഷ് ഗ്രേ കളറ്. മജന്ത ടോണാണ് അതിൻ്റെ ബോർഡർ കോൺട്രാസ്റ്റ്. ബേൺഡ് ഓറഞ്ച് റിബൺ ബോർഡർ, 3 കളറാണ് വരണേ. പല്ലു അതിനോട് ചേർന്ന് പോകുന്നു. ബ്ലൗസ് പീസ് ഒരു വാടാമല്ലിയാണ്. വാടാമല്ലി നല്ല ബ്രൈറ്റ് വാടാമല്ലി. ഒരു വെറൈറ്റി കളർ ടോണാണ്. ഗ്രീൻ ടു മെറൂൺ കോംബോ. നല്ല ഭംഗിയുള്ള ബോർഡറാണ്. ഇതാ ശരിക്കും കാഞ്ചീപുരത്തിൽ വരണതിൻ്റെ. ഇത് നോക്കൂ, ബേൺഡ് ഓറഞ്ച്, അതിലേക്ക് ഗ്രീൻ. സ്ട്രൈപ്സ്, ചെറിയ ബുട്ടി. ട്രഡീഷണൽ കാഞ്ചീപുരം സിൽക്ക് സാരീസ്. ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ളതിൽ ഞാനിപ്പോഴും പറയുന്ന ഒരു പോയിൻ്റാണ്. നമ്മളുടെ വെഡ്ഡിങ്സൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഓരോ ഫങ്ഷൻസിനും ഓരോ കളർ കോമ്പോ സെറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാരീസാണ്. കാരണം ഇതിൻ്റെ പൈസയേക്കാളും മൂല്യം തോന്നുന്ന രീതിയിൽ വരുന്ന ഇത് കണ്ടോ. ഗ്രേ അല്ല, എലഫൻറ്റ് ഗ്രേ ആണോ ജെറ്റ് ബ്ലാക്ക് ആണോ? അടി ജെറ്റ് ബ്ലാക്ക് ആണ്. നല്ല റെയർ കോംബോ ആണ്. ഇത് വീണ്ടും ഗ്രീൻ തന്നെ, സിംഗിൾ കളറ്. ഇതൊക്കെ പലതരത്തിലുള്ള സാരീസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഒരു പ്ലം, ഒരു ഡാർക്ക് പ്ലം, ഡസ്റ്റ് ഗ്രേപ്പിൻ്റെ അതെ, ഇതിങ്ങനെ വരും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ്. കളറുകളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് പറയാൻ തന്നെ പറ്റാത്ത ടൈപ്പിൽ. ഇത് 2596 ആണ് കേട്ടോ ഇപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ച സാരീസിന്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള സാരീസാണ്, ടിഷ്യൂലും കൂടെ ചേർന്നിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ പുണോളിൽ സിൽക്സ് വിസിറ്റ് ചെയ്യണം. അങ്കമാലിയിലുണ്ട്, എടപ്പള്ളിയിലുണ്ട്. എല്ലാവരും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ കണ്ട് ഫീൽ ചെയ്ത്, ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വരാറുണ്ട്, വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.